അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹിയ ഫണ്ട് 30 കോടിയിലേക്ക് കുതിക്കുന്നു. ആര് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. പക്ഷേ എനിക്കൊന്ന് പറയാനുമുണ്ട്. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാന ശയാത്തീൻ. അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ശൈത്താന്റെ കൂട്ടാളികളാകരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. ലോകത്ത് മുഴുവൻ നാശങ്ങളും സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മുസ്ലിം ഭരണങ്ങൾ മുഴുവൻ നശിച്ചത് എന്തുകൊണ്ടാണ്? പണം അധികമായി. പണം അധികമാകുമ്പോൾ അഹങ്കരിക്കും. ആ അഹങ്കാരം ഏതിലേക്കെത്തിക്കും? ശത്രുതയിലേക്കെത്തിക്കും. ഇന്ന് സമസ്തയിൽ പറ്റിയതും അത് തന്നെയാണ്. ഞങ്ങൾക്ക് പണം തരാൻ ആളുണ്ട്, നിങ്ങളെ എന്തിന് പേടിക്കണം? അപ്പോൾ ലീഗ് വിരോധം, പാണക്കാട് വിരോധം ഇതൊക്കെ കൂടിപ്പോകും. എന്ന് മാത്രമല്ല, സൂപ്പർ ലീഡർ ഒരിക്കൽ പറയുകയാണ്, തഹിയ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമാന്തര കമ്മിറ്റി ഓരോ മഹലിലും ഉണ്ടാക്കും എന്ന്. ഞാൻ ചിന്തിച്ചുപോയി, ഈ സൂപ്പർ ലീഡർ എന്ത് ലീഡറാണ്? എല്ലാവരോടും നല്ല രീതിയിൽ നല്ല ഹലാലായ പൈസ നിങ്ങൾ ഞങ്ങളിലേക്ക് തരണം. സമസ്തക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഈമാൻ്റെ സിയാദത്താണ് വേണ്ടത്, ഉഖറവിയായ രക്ഷയുമാണ് വേണ്ടത്. അതിനാണ് ഇസ്ലാം. ഈമാൻ രക്ഷപ്പെടണം. അതിന് നമുക്ക് വഹാബികളെ ഇടയ്ക്ക് എതിർക്കേണ്ടി വരും, അവരുടെ മോശമായ ശൈലിയെ. പക്ഷേ നമ്മളുടെ ഹൃദയത്തിൽ തസവ്വുഫ് ഉണ്ടാക്കണം. നമ്മളെ ഹൃദയത്തിൽ കളങ്കമുണ്ടാക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് ചീത്തപ്പേരുണ്ടാക്കി 67 ലക്ഷം ഉറുപ്പിയയുടെ മരം കട്ടുപോയി എന്നാണ് പറഞ്ഞത് ഒരിക്കൽ. അതുമാത്രമല്ല, ഫത്താനായ അമ്പലക്കടവ് പോലത്തെ ആളുകളുടെ പേര് അയാൾ ഫത്താനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അയാളൊക്കെ മാലിട്ട് ചിലയിടത്തുനിന്ന് ഇങ്ങനെ സ്വീകരിക്കണ കണ്ടാൽ ഈ കാര്യം എങ്ങോട്ടാണെന്ന് ചിന്തിക്കും. അയാളെ സംബന്ധിച്ച് കളവ് ആരോപിക്കപ്പെടുന്നു. ഇത് സമസ്തയുടെ കീഴിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരോപണം തന്നെ മോശമാകുന്നു.